ഡ്രീമും ഡിസയറും ഒക്കെ ഉണ്ട്, പക്ഷെ അവൻ ഡിസർവിംഗ് അല്ല. ഇതൊരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ പലതവണ. ഇത് സത്യമാണോ? ഡ്രീമും ഡിസയറും ഉണ്ടെങ്കിൽ ഡിസർവിംഗ് അല്ലാത്ത ഒരാൾക്ക്, ഡിസർവിംഗ് എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത ഒരാൾക്കും ആ ഡ്രീമും ഡിസയറും നേടാൻ സാധിക്കും. ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ചോദ്യമായിരിക്കാം, പക്ഷേ സയന്റിഫിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസർവ് എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. അത് ആരാണ് ജഡ്ജ് ചെയ്യുന്നത്? എന്റെ ബ്രെയിൻ ആണ് ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് അർഹതപ്പെട്ടതാണോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ മറ്റുള്ളവർ ചിന്തിക്കുന്ന അർഹതയൊന്നും ഇതിനകത്ത് പ്രശ്നമല്ല. ഡിസയർ എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള ഒരു ഇന്റൻഷനാണ്. അത് നമ്മുടെ ബ്രെയിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. അതിന് പറ്റുന്ന രീതിയിലുള്ള പ്രവൃത്തി, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ. അതില്ലാതെ ഡിസയർ മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടാമെന്ന് വിചാരിക്കേണ്ട, അതൊരിക്കലും സാധിക്കില്ല. നമുക്കൊരു ശക്തമായിട്ടുള്ള ഡിസയർ ഉണ്ടായി, ഒരു ഇന്റൻഷൻ എന്ന് പറയും, ഇതാണ് എനിക്ക് നേടേണ്ടത്. ആ ഇന്റൻഷൻ അതിശക്തമായിട്ട് നമുക്കുണ്ട്. അത് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിന്റെ ഒരു സ്ട്രാറ്റജി എൻ്റെ കയ്യിലുണ്ട്. ആ സ്ട്രാറ്റജിക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്. ആ ആക്ഷൻ പ്ലാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് ഡിസർവ് ചെയ്യുന്നുണ്ടോ ഡിസർവ് ചെയ്യുന്നില്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് എൻ്റെ ബ്രെയിൻ തന്നെയാണ്. എൻ്റെ ബ്രെയിനിന് തോന്നുകയാണ് ഇത് ഡിസർവിങ് അല്ല എന്ന് തോന്നിയാൽ ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്കത് കിട്ടില്ല. ഒരുപക്ഷെ മറ്റുള്ള ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവാൻ ഞാൻ ഡിസർവിങ് അല്ല എന്നുള്ളത് യാതൊരു പ്രസക്തിയുമില്ല. എൻ്റെ ബ്രെയിനിനെ സംബന്ധിച്ച് യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് തോന്നും ഇയാളിൽ നിന്നും ഡിസർവ് ചെയ്യുന്ന ആളല്ലല്ലോ, ഇയാൾക്ക് എന്താ ഇതൊക്കെ നേടാൻ സാധിക്കുന്നു. കാരണം അത് നിങ്ങൾക്ക് തോന്നുന്നു. അയാളുടെ ബ്രെയിനിനെ സംബന്ധിച്ചത് പൂർണ്ണമായും ഡിസർവ് ചെയ്യുന്നതാണ്. അയാൾക്ക് അതിനുള്ള ഡിസയർ ഉണ്ട്, അയാൾക്ക് അതിനുള്ള ഇന്റൻഷൻ ഉണ്ട്, അതിനുവേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് എടുക്കുന്നു. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്നത് അതിശക്തമായിട്ടുള്ള സ്വപ്നങ്ങൾ, ഡിസയർ ഉണ്ടാവണം, ഇന്റൻഷൻ ഉണ്ടാവണം. അത് നിങ്ങൾ ഡിസർവ് ചെയ്യുന്നു എന്നുള്ള വിശ്വാസവും നിങ്ങൾക്കുണ്ടാവണം.